PM ശ്രീ പദ്ധതി കേന്ദ്ര വിദ്യാഭ്യാസ നയം, പുതിയ വിദ്യാഭ്യാസ നയം, ന്യൂ എഡ്യൂക്കേഷൻ പോളിസി, അതിൻ്റെ ഭാഗമായി PM ശ്രീ പദ്ധതി നടപ്പാക്കുമ്പോൾ ആ സ്കൂളുകളിൽ ഈ പറയുന്ന പുത്തൻ വിദ്യാഭ്യാസ സമ്പ്രദായമാണ് നടപ്പാക്കുക. അതായത് മതനിരപേക്ഷതയ്ക്കെതിരായ കാവ്യവൽക്കരണത്തിൻ്റെതായ സിലബസ് ആയിരിക്കും ഉൾപ്പെടുത്തുക. LDF തുടക്കം മുതലേ എടുത്തൊരു കാര്യമുണ്ട്, ഈ PM ശ്രീക്ക് ഞങ്ങൾ അനുകൂലമല്ല, ഞങ്ങൾ നടപ്പാക്കാനും തയ്യാറല്ല. അപ്പോൾ എന്ത് ചെയ്തു? PM ശ്രീ നടപ്പാക്കുന്നില്ല എന്ന് പറഞ്ഞാൽ PM ശ്രീ നടപ്പാക്കാതിരിക്കുകയല്ലേ ചെയ്യൂ. അതിൻ്റെ ഫണ്ട് കേരളത്തിന് വേണ്ട എന്ന് കേരളം തീരുമാനിക്കുന്നു, അത് കേന്ദ്രം തരണ്ട. പക്ഷെ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ധാരാളം പണം സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം നൽകേണ്ടതുണ്ട്. അത് ഓശാരല്ല, ദയല്ല, സംസ്ഥാനത്തിന് അർഹതപ്പെട്ടതാണ്. ആ പണം തന്നില്ല, അത് പിടിച്ചു വെച്ചു. ചെറിയ പണമല്ല. നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കേണ്ട പണം തരാത്ത നിലപാട് ബോധപൂർവം സ്വീകരിച്ചു. SSK ഫണ്ട് കിട്ടാതെ വന്നു. അപ്പോൾ SSK ഫണ്ട് റിലീസ് ചെയ്യണമെങ്കിൽ ഈ PM ശ്രീ പദ്ധതി അതിൻ്റെ ഭാഗമായുള്ള ഒരു MOU ഒപ്പിട്ടാൽ അത് റിലീസ് ചെയ്ത് കിട്ടുമെന്നൊരു ധാരണ വന്നു. അങ്ങനെ ആ PM ശ്രീ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള MOU ആദ്യം ഒപ്പിട്ടു. LDF അതിൽ നയപരമായ തീരുമാനമെടുത്തു. PM ശ്രീയുമായിട്ട് നമ്മളൊരു തരത്തിലും മുന്നോട്ട് പോകേണ്ടതില്ല. ആ തീരുമാനത്തിൻ്റെ ഭാഗമായി LDF ഗവൺമെൻറ് ഈ ഒപ്പിട്ട MOU മരവിപ്പിക്കണമെന്ന് പറഞ്ഞു. MOU എന്ന് പറഞ്ഞാൽ ഒരു ധാരണാപത്രം മാത്രമാണ്, കരാറല്ല. പൊതുവിദ്യാഭ്യാസ മന്ത്രി ഡൽഹിയിൽ പോയി ബന്ധപ്പെട്ട ആളുകളെല്ലാം കണ്ടു, മന്ത്രി അടക്കം കണ്ട്, ഇത് ഞങ്ങൾ നടപ്പാക്കുന്നില്ല, ഞങ്ങൾ പിൻവാങ്ങുകയാണ് എന്നറിയിക്കുകയും ചെയ്തു. അവിടെ കടന്നു. അതാണ് ഉണ്ടായത്. അപ്പോൾ PM ശ്രീ കേരളത്തിൽ നടപ്പാകുന്നില്ല. അപ്പോൾ എന്താ പറഞ്ഞത്? UDF വന്നപ്പോൾ വല്ലാത്ത കുഴപ്പം, LDF ആ ധാരണാപത്രം ഒപ്പിട്ടതുകൊണ്ട് ഇനി അതിൽ നിന്ന് പിൻവാങ്ങാൻ കഴിയില്ല. വസ്തുത നിരക്കുന്നതാണോ അത്? കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ വ്യക്താക്കിയല്ലോ, നേരത്തെ വ്യക്തമാണ് എല്ലാവർക്കും. എന്നാലും ഇവർക്ക് മുഖത്തടിയേൽക്കും വിധമാണല്ലോ അബ്ദുൽ വഹാബിൻ്റെയും JB മേത്തറുടെയും ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞത്. ഇതിൽ നിന്ന് പിൻവാങ്ങുന്നതിന് ഒരു വിഷമവും ഇല്ല. ഒന്ന്, കേരളത്തിന് PM ശ്രീയുടെ ഭാഗമായി ഫണ്ടിൽ ഒരു തുകയും അനുവദിച്ചിട്ടില്ല, ഒന്നും കേരളം കൈപ്പറ്റിയിട്ടില്ല. PM ശ്രീ നടപ്പാക്കണമെങ്കിൽ സ്കൂളുകൾ ശുപാർശ ചെയ്യണം. ആ ശുപാർശ കേരളം നൽകിയിട്ടില്ല. ധാരണാപത്രം ഒപ്പിട്ടാലും പിൻവാങ്ങാൻ തീരുമാനിച്ചാൽ അതിൽ നിന്നുള്ള പിൻവാങ്ങൽ തന്നെയാണ്. ഇതല്ലേ മറുപടി? ഇതല്ലേ കേരളത്തിൻ്റെ അനുഭവം? PM ശ്രീ കേരളത്തിൽ നടപ്പായിട്ടാലോ. ഞങ്ങളെ അധികാരത്തിൽ വന്നാൽ PM ശ്രീ അറബിക്കടലിൽ വലിച്ചെറിയും എന്ന് പറഞ്ഞവർ അധികാരത്തിലെത്തിയപ്പോൾ നേരെ നടപ്പാക്കാനാണ് പുറപ്പെടുന്നത്. അവിടെയും കാണേണ്ട കാര്യം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ
പുത്തൻ വിദ്യാഭ്യാസ നയം നടപ്പാക്കുകയാണ്. കേരളത്തിലേക്ക് വരികയാണ്. LDF സർക്കാർ ഇവിടെ ചെയ്തിരുന്ന കാര്യം ഓർക്കണം. മഹാത്മാഗാന്ധിയുടെ വധം പാഠപുസ്തകത്തിൽ പാടില്ല. മുഗൾ രാജവംശത്തെക്കുറിച്ചുള്ള ഭാഗം പാഠപുസ്തകത്തിൽ പാടില്ല. അങ്ങനെ പാഠപുസ്തകത്തിൽ പാടില്ല എന്ന് എന്തൊക്കെ പറഞ്ഞോ ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകമായി നൽകിയ സർക്കാരാണ് കേരളത്തിലെ LDF സർക്കാർ. അതാണ് മതനിരപേക്ഷ നിലപാട്. കുട്ടികൾ അറിയണം, പഠിക്കണം, കാര്യങ്ങൾ മനസ്സിലാക്കണം. അതിന് തടസ്സമായതാണ് പുത്തൻ വിദ്യാഭ്യാസ നയം. ആ പുത്തൻ വിദ്യാഭ്യാസ നയം നടപ്പാക്കും എന്ന തരത്തിലാണ് ഇപ്പോൾ വാശിയോടെ നിൽക്കുന്നത്. അപ്പോൾ കേരളം വല്ലാത്തൊരു ദുർഗതിയിൽ. കേരളത്തിലെ ഗവൺമെന്റ് ഇപ്പോ RSS അജണ്ടയുടെ പിന്നാലെ പോവുകയാണ്. നമ്മുടെ സംസ്ഥാനത്തെ മറ്റൊരു ചാലിലേക്ക് വിടുകയാണ്. ഇവർ തമ്മിലുള്ള ബാന്ധവം പല ഘട്ടങ്ങളിൽ നാം കണ്ടതാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും 30-ലധികം മണ്ഡലങ്ങളിൽ അത് കണ്ടിട്ടുണ്ട്. ഇപ്പോഴതാ നല്ല രീതിയിൽ ആ ബാന്ധവം പ്രകടമായി വരുന്നു. അത് മറയില്ലാതെ RSS അജണ്ട അംഗീകരിക്കുന്ന നിലപാടിലേക്ക് വരുന്നു. ഇതിനെല്ലാം കൂടി ഒന്നിച്ചു വേണം നാം കാണാൻ. RSSന്റെ യഥാർത്ഥ അജണ്ടയുടെ ഭീകരത നമ്മുടെ മനസ്സിലുണ്ടാവണം. എന്നാൽ ആ യഥാർത്ഥ അജണ്ടയെ വെള്ളപൂശിക്കൊണ്ട് അവരുടെ അജണ്ട നടപ്പാക്കാൻ നോക്കുന്നവരെയും ശരിയായ രീതിയിൽ കാണാൻ നമുക്ക് കഴിയണം. നമുക്ക് ഇതിനെതിരെ ഒന്നിച്ചു നീങ്ങേണ്ടതായിട്ടുണ്ട്. മതനിരപേക്ഷ മനസ്സ് അത് കൂടുതൽ കരുത്താർജിക്കണം. കേരളത്തിന്റെ മനസ്സ് എപ്പോഴും മതനിരപേക്ഷമായാണ് നിന്നിട്ടുള്ളത്. എല്ലാവരും ഈ കാര്യത്തിൽ ഒന്നിച്ചു നിന്ന് ഇതിനെ നേരിടാൻ, ഇത് സമ്മതിക്കില്ല എന്ന് പ്രഖ്യാപിക്കാൻ മുന്നോട്ട് വരണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ.